മഴ പെയ്താലും കാറ്റ് വീശിയാലും സരസമ്മയ്ക്കിനി ഭയമേതുമില്ലാതെ അന്തിയുറങ്ങാം. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ മാസങ്ങളായി കഴിഞ്ഞിരുന്ന 73-കാരിക്ക് ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ പദ്ധതിയിലാണ് സഹായം ലഭ്യമായത്. തകർന്നുപോയ മേൽക്കൂര പൂർണ്ണമായി നീക്കി പുതിയത് സ്ഥാപിച്ചു. അടച്ചുറപ്പുള്ളതാക്കി വീടിനെ മാറ്റി. കട്ടിലടക്കം അത്യാവശ്യം ഗൃഹോപകരണങ്ങളും വാങ്ങി നൽകി. വളരെ സന്തോഷമുള്ള ഒരു അവസരമാണിത്. കാര്യം അമ്മയ്ക്ക് ഈ ഒരു അവസരത്തിൽ ഒരു വലിയൊരു സന്തോഷമാണ് നാട്ടുകാർക്കും എല്ലാവർക്കും നമുക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, സ്പെഷ്യലി ഓർത്തഡോക്സ് സഭയിലെ ആ ഒരു സഹോദരൻ പദ്ധതി എന്നുള്ള രീതിയിൽ അഭാവതിരുവിന് മുന്നോട്ട് വന്നതിന് എല്ലാവിധ ഒരു സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സഹോദരിയുടെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു സരസമ്മ. ദുരിതപൂർണമായിരുന്ന സരസമ്മയുടെ ജീവിതം പൊതുപ്രവർത്തകൻ MS അജിത്ത് പകർത്തി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ബന്ധപ്പെടുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ കാണാതിരുന്നപ്പോഴാണ് ഞങ്ങൾ തിരക്കി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ കാണുന്നത്. ഇവിടെ വരുമ്പം ഈ കട്ടിൽ കിടക്കുന്നത് ഈ ഡോറിൻ്റെ അവിടെ കിടക്കുന്നത്, ചുവന്നൊലിച്ച് കിടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ പദ്ധതിയിലൂടെ വിവാഹം, ഭവന നിർമ്മാണം, വൈദ്യസഹായം എന്നീ മേഖലകളിലായി ഇതിനകം 15 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.